നമ്മുടെ ഐഫോണിലുള്ള സോങ്സ് എങ്ങനെ നമുക്ക് ആപ്പിൾ വാച്ചിലേക്ക് ഷെയർ ചെയ്തിട്ട് ഈ ഒരു ആപ്പിൾ വാച്ചും എയർപോഡ്സും മാത്രം യൂസ് ചെയ്ത് ഈ സോങ്സ് എങ്ങനെ കേൾക്കാൻ പറ്റുമെന്നാണ് ഞാൻ ഇന്നത്തെ ഉള്ളിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഇപ്പോൾ ഈ ഒരു മെത്തേഡിൻ്റെ മെയിൻ യൂസ് എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ ജിമ്മിലൊക്കെ പോകുന്ന സമയത്ത് സോങ്സ് കേൾക്കാനായിട്ട് ഐഫോൺ യൂസ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഈ ഒരു ഡിവൈസ് താഴെ വീണിട്ട് ഇതൊക്കെ ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ഒരു മെത്തേഡ് വഴി കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ പറ്റും. നിങ്ങളുടെ സോങ്സ് എല്ലാം നിങ്ങൾക്ക് ആപ്പിൾ വാച്ചിലേക്ക് സ്റ്റോർ ചെയ്തിട്ട് എയർപോഡ്സ് മാത്രം യൂസ് ചെയ്ത് നിങ്ങൾക്ക് സോങ്സ് കേൾക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ ഒരു ആപ്പിൾ വാച്ചിൽ നമുക്ക് കറൻറ്റ്ലി 32 GB സ്റ്റോറേജ് ഉണ്ട്. അപ്പോൾ അത്രയും സോങ്സ് നമുക്ക് ഈ ഒരു വാച്ചിലേക്ക് ഷെയർ ചെയ്തിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ സോങ്സ് നമുക്ക് ലിസൺ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ ഉള്ളിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇതിനായിട്ട് ആകെ വേണ്ടതെന്ന് പറയുന്നത് നിങ്ങളുടെ ഫോണിൽ കുറച്ച് മ്യൂസിക് വേണം. ഈ ഒരു മ്യൂസിക് എല്ലാം നമ്മുടെ ഐഫോണിലുള്ള മ്യൂസിക് ആപ്പിനകത്ത് തന്നെ നമുക്ക് വേണം. വേറെ ഏത് ആപ്പിനകത്ത് മ്യൂസിക് ഉണ്ടായിരുന്നാലും നമുക്ക് വാച്ചിലേക്ക് അത് ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അത് തന്നെ ഞാൻ എൻ്റെ മ്യൂസിക് ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ കണ്ട് നമുക്ക് കുറച്ചധികം സോങ്സ് ഞാൻ അവിടെ എൻ്റെ ഫോണിലേക്ക് ഷെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മ്യൂസിക് സബ്സ്ക്രിപ്ഷൻ ഓൾറെഡി കഴിഞ്ഞായിരുന്നു. ഞാൻ ഫോൺ വാങ്ങിച്ചപ്പോൾ എനിക്കൊരു 3 മാസം സബ്സ്ക്രിപ്ഷൻ കിട്ടിയായിരുന്നു. അത് എക്സ്പയർ ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അതെല്ലാം എൻ്റെ മാക്ബുക്കിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത സോങ്സാണ് ഞാൻ അവിടെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആപ്പിൾ മ്യൂസിക് ഉണ്ടെങ്കിൽ നിങ്ങൾ ലാപ്പിൽ നിന്ന് ഷെയർ ചെയ്ത സോങ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് വഴി ആപ്പിൾ വാച്ചിലേക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മ്യൂസിക് ആപ്പിനകത്ത് ആയിരിക്കണം നിങ്ങളുടെ സോങ്സ് ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ അടുത്തായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സോങ്സ് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ അവിടെ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി 1-2 സോങ്സ് മാത്രം ഞാൻ ഇപ്പം സെലക്ട് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു 32 GB നിറയുന്ന വരെ നിങ്ങൾക്ക് സോങ്സ് നിങ്ങളുടെ വാച്ചിലേക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള സോങ്സ് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ 1-2 സോങ്സാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ സോങ്സ് സെലക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഈ ഒരു മ്യൂസിക് ആപ്പിനകത്ത് ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ 1-2 സോങ്സ് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഇത് സെലക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ എടുത്തിട്ട് ഇവിടെ കണ്ടും ആഡ് ടു പ്ലേലിസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ട കാണിക്കുന്നത് ഞാൻ അപ്പോൾ ജസ്റ്റ് ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇതിനകത്ത് വാച്ച് സോങ്സ് ഒന്ന് അടിക്കുന്നുണ്ട്. ഇതിൻ്റെ വാച്ചിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ഞാൻ ഈ ഒരു സോങ് അടിക്കുന്നത്. എന്നിട്ട് ജസ്റ്റ് ഡൺ കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു സോങ് അവിടെ വാച്ചിൻ്റെ ആ ഒരു പ്ലേലിസ്റ്റിലേക്ക് വന്നിട്ടുണ്ട്. അടുത്ത നമുക്ക് ഒരു സോങ് കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു സോങ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. വാച്ച് സോങ്സിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് നേരെ ഒന്ന് ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ മുകളിൽ പ്ലേലിസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാച്ച് സോങ്സ് കൂടെ കിട്ടുന്നുണ്ട്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്ത 2 സോങ്സ് നമുക്കിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്ലേലിസ്റ്റിലേക്ക് നമുക്ക് ആവശ്യമുള്ള സോങ്സ് ആഡ് ചെയ്യുന്നതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ വാച്ച് ചാർജറിൽ ഇടുക. അപ്പോൾ നമ്മുടെ വാച്ച് ചാർജറിലാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു സോങ്സ് നമ്മുടെ വാച്ചിലേക്ക് ഇമ്പോർട്ട് ആകത്തുള്ളൂ. ഇപ്പോൾ നമ്മുടെ വാച്ച് ഇവിടെ ചാർജറിലാണ്. അപ്പോൾ അടുത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമ്മൾ നേരെ നമ്മുടെ വാച്ച് ആപ്പിനകത്ത് പോവുക. അപ്പോൾ എൻ്റെ ആപ്പിൾ വാച്ച് ആപ്പിനകത്ത് വന്നിട്ടുണ്ട്. അടുത്തായിട്ട് നേരെ താഴേക്ക് വരിക. താഴേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ മ്യൂസിക് എന്ന് പറഞ്ഞൊരു സെക്ഷൻ കിട്ടുന്നതായിരിക്കും, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ കണ്ടിട്ട് നമുക്ക് റീസെൻറ്റ് മ്യൂസിക് എന്ന് പറഞ്ഞ ടോഗിൾ ഓൺ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ടോഗിൾ ഓൺ ആക്കുന്നതിൻ്റെ മെയിൻ യൂസ് എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ പുതിയതായിട്ട് എത്ര സോങ്സ് ഡൗൺലോഡ് ചെയ്താലും ആ സോങ്സ് എല്ലാം നിങ്ങളുടെ ആപ്പിൾ വാച്ച് വഴി നിങ്ങൾക്ക് ഈ ഐഫോൺ യൂസ് ചെയ്ത് പ്ലേ ചെയ്യാൻ പറ്റും. അല്ലാതെ ഈ സോങ്സ് ഒന്നും ഡയറക്റ്റ് നിങ്ങളുടെ ആപ്പിൾ വാച്ചിലേക്ക് സ്റ്റോർ ആവത്തില്ല. നിങ്ങളുടെ ഈ സോങ്സ് എല്ലാം വാച്ചിലേക്ക് സ്റ്റോർ ആവണമെങ്കിൽ നമ്മൾ ഈ ചെയ്യുന്ന മെത്തേഡ് തന്നെ ചെയ്യണം. അപ്പോൾ അടുത്തായിട്ട് തൊട്ട് താഴെ കാണാൻ നമ്മുടെ ആഡ് മ്യൂസിക് എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് മുകളിലായിട്ട് പ്ലേലിസ്റ്റ് കാണാൻ പറ്റും. നമ്മുടെ ആഡ് ചെയ്ത ആ ഒരു പ്ലേലിസ്റ്റ് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ അവിടെ വാച്ച് സോങ്സ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് അത് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ കണ്ട് നമ്മുടെ സോങ്സ് കൂടെ വന്നിട്ടുണ്ട്. ഈ 2 സോങ്ങാണ് നമുക്കിവിടെ ആഡ് ചെയ്യാൻ പോകുന്നത്. 2 സോങ്സ് ഉണ്ട്. 10 മിനിറ്റാണ് ഈ ഒരു സോങ് പ്ലേ ആവുന്നത്. താഴെ അതിൻ്റെ ഡ്യൂറേഷൻ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ മുകളിലായിട്ട് ഒരു പ്ലസ് ഐക്കൺ ഉണ്ട്, ജസ്റ്റ് ആ പ്ലസ് ഐക്കൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇവിടെ കണ്ട് നമുക്ക് ഈ ഒരു മ്യൂസിക് ഇവിടെ ലോഡ് ആവുന്നതാണ്. നമ്മുടെ ഈ ഒരു 2 മ്യൂസിക് നമ്മുടെ ആപ്പിൾ വാച്ചിൽ സ്റ്റോറേജിലേക്ക് വന്നു കഴിഞ്ഞു. പിന്നെ നമുക്ക് ആപ്പിൾ വാച്ച് യൂസ് ചെയ്ത് നമുക്കിത് പ്ലേ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിത് എങ്ങനെ വർക്ക് ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ ഞാൻ എൻ്റെ ഫോണിൻ്റെ വൈഫൈയും ബ്ലൂടൂത്തും ഓഫ് ചെയ്യുന്നുണ്ട്. അപ്പം വൈഫൈയും ബ്ലൂടൂത്തും ഓഫ് ചെയ്യുന്ന വഴി നമുക്ക് ആപ്പിൾ വാച്ച് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അടുത്തിടെ ഞാൻ എൻ്റെ ആപ്പിൾ വാച്ച് എടുക്കുവാണ്. ആപ്പിൾ വാച്ച് ഞാൻ കയ്യിലൊന്ന് കെട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വാച്ച് ഇവിടെ കയ്യിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തായിട്ട് ഞാൻ എൻ്റെ എയർപോഡ്സ് എടുക്കുവാണ്. എയർപോഡ്സ് ജസ്റ്റ് ചെവിയിൽ വയ്ക്കുക. എയർപോഡ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് വർക്ക് ആകത്തുള്ളൂ. അപ്പോൾ അടുത്തിട്ട് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമുക്ക് ഇതിനകത്ത് മ്യൂസിക് ആപ്പ് ഓപ്പൺ ചെയ്യുക. എൻ്റെ മ്യൂസിക് ആപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നേരെ നമ്മൾ താഴെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കണ്ടിട്ടും ഓൺ ഐഫോൺ എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട്. ഓൺ ഐഫോൺ എടുക്കുവാണെങ്കിൽ നിങ്ങളുടെ ഐഫോണിലുള്ള സോങ്സ് ആയിരിക്കും പ്ലേ ആവുന്നത്. നമുക്ക് അതല്ല വേണ്ടുന്നത്. നമുക്ക് വേണ്ടുന്നത് നമ്മുടെ വാച്ചിലുള്ള സോങ്സാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ട് ലൈബ്രറി എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മുകളിൽ പ്ലേലിസ്റ്റ് ഉണ്ട്, പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്യുക. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് സോങ്സ് കൂടെ കാണുന്നുണ്ട്, വാച്ച് സോങ്സ് ഒന്നുണ്ട്. നമ്മൾ ആ പ്ലേലിസ്റ്റാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ 2 സോങ് കൂടെ വന്നിട്ടുണ്ട്. ജസ്റ്റ് പ്ലേ കൊടുക്കുക. പ്ലേ കൊടുക്കുന്നത് നമ്മൾ ഏത് ഡിവൈസിലാണ് പ്ലേ ചെയ്യുന്നതെന്ന് ഇവിടെ കാണിക്കുന്നത്. ഞാൻ എൻ്റെ എയർപോഡ്സ് പ്രോയിലാണ് പ്ലേ ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് എയർപോഡ്സ് പ്രോ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സോങ് ഇവിടെ പ്ലേ ആവാൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് നെക്സ്റ്റ് കൊടുക്കുകയാണെങ്കിൽ
അടുത്ത സോങ്ങിലേക്ക് പോകുന്നതിലേക്ക് നമ്മൾ അടുത്ത സോങ് ഇവിടെ പ്ലേ ആവുന്നുണ്ട്. അപ്പോൾ ഇത് ഡയറക്റ്റ് നമ്മുടെ വാച്ചിലാണ് പ്ലേ ആവുന്നത്. ഞാൻ ഇപ്പം ജസ്റ്റ് എൻ്റെ ഐഫോൺ നോക്കിക്കഴിഞ്ഞാൽ പറഞ്ഞിട്ട് ഐഫോണിൽ പ്ലേ ആവുന്നില്ല, എൻ്റെ വാച്ചിലാണ് ഈ സോങ് പ്ലേ ആവുന്നത്. അടുത്തത് നമുക്ക് ഐഫോണിൽ നമുക്ക് ഡയറക്റ്റ് ഈ ഒരു രീതിയിൽ നമുക്ക് ഐഫോണിലുള്ള സോങ്സ് പ്ലേ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ബാക്ക് വരിക. ബാക്ക് വന്നിട്ട് ഓൺ ഐഫോൺ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓൺ ഐഫോൺ സെലക്ട് ചെയ്തിട്ട് നേരെ നമ്മൾ താഴോട്ട് വന്ന് സോങ്സ് എടുത്തിട്ട് നമ്മൾ ഇതിൽ നിന്ന് ഏതെങ്കിലും പ്ലേ ആയി കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ സോങ് ഇവിടെ പ്ലേ ആകുന്നത് കാണാൻ പറ്റും. പക്ഷേ നമുക്ക് ഐഫോണിൽ സ്പീക്കറിൽ കൂടെ ആയിരിക്കും ഇത് പ്ലേ ആകുന്നത്, നമ്മുടെ എയർപോഡ്സിൽ പ്ലേ ആകത്തില്ല. നമ്മൾ എയർപോഡ്സ് ഇപ്പോൾ കറൻറ്റ്ലി നമ്മുടെ വാച്ചുമായിട്ടാണ് കണക്റ്റ് ആയിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഐഫോണിലുള്ള സോങ്സ് നമ്മുടെ ആപ്പിൾ വാച്ചിലേക്ക് ഷെയർ ചെയ്തിട്ട് ഐഫോൺ യൂസ് ചെയ്യാതെ നമ്മൾ ഈ ഒരു സോങ്സ് കേൾക്കുന്നത്. അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടൊരു മെത്തേഡാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക. അപ്പം വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ കൂടെ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. സീ യു.